ഹലോ ഓൾ, വെൽക്കം ബാക്ക്. നമ്മളപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? കറൻ്റ്ലി എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഓട്ടോമേറ്റഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഓട്ടോമേറ്റഡ് AS എന്താന്ന് പഠിച്ചു. അതേപോലെ തന്നെ ബ്ലോക്ക് കോഡിംഗ് എന്നുള്ള രീതിയിൽ എന്താണ് പഠിച്ചു. കോഡിംഗ് എന്താണ്? കോഡിംഗ് അല്ല, നമുക്ക് ഓരോ ബ്ലോക്സിനും ഓരോ ട്രാൻസാക്ഷൻസിനും നമ്മൾ ഓരോ കോഡ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിച്ചു. അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓട്ടോമേറ്റഡ് AESനകത്ത് ഇൻപുട്സ് എങ്ങനെ കൊടുക്കണം, ഇൻപുട്ട് കൊടുക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത്, അതിൻ്റെ ഡിവൈസ് ഏതൊക്കെയാണ്, അതിൻ്റെ റിപ്പോർട്ട്സ് എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതുകൂടെ കൺസിഡർ ചെയ്യാം, അതുകൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇൻപുട്ടാണ് ഫസ്റ്റ് വരുന്നത്. ഏതൊക്കെ രീതിയിൽ ഇൻപുട്ട് കൊടുക്കാം? ഞാൻ ആദ്യം പറഞ്ഞു എൻറ്റേർഡ് ബൈ എംപ്ലോയീസ്. നേരത്തെ എന്താണ്, ഓരോ ജേണൽ എൻട്രീസും എംപ്ലോയീസ് എൻട്രി ചെയ്ത് കൊടുത്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ സിസ്റ്റം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. സോ ഇനീഷ്യലി എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ചെയ്യുന്നതല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് എന്ത് വരുന്നുണ്ടാ, എംപ്ലോയീസ് എൻ്റർ ചെയ്യുന്നുണ്ട്. അല്ല, ഇനി ഇപ്പോൾ ഒരു ഓൺലൈൻ സെയിലാണ്, അതെന്തായിട്ട് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യില്ലേ? ഇപ്പം നിങ്ങൾ ഓൺലൈനിൽ ഒരു സെയിൽ നടത്തി, അത് നിങ്ങൾ പോയിട്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓട്ടോമാറ്റിക്കലി അവർക്ക് അവിടെ റെക്കോർഡ് ചെയ്തൂടെ, കണക്റ്റഡ് അല്ലേ ഓൺലൈനകത്ത്, അവിടെ എംപ്ലോയീസിൻ്റെ ആവശ്യമില്ല. അല്ലാതെ മാനുവൽ സെയിൽസ് കാര്യങ്ങൾ വരുമ്പോൾ, ഓഫ്ലൈൻ സെയിൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു എംപ്ലോയീസ് റെക്കോർഡ് ചെയ്യുന്ന കേസ് വരുന്നത്. കറൻ്റ്ലി ഇപ്പോൾ അതും അപ്ഡേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതും ഓട്ടോമേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നെങ്കിലും ഓട്ടോമേറ്റഡ് ആയിട്ട് ഇൻപുട്ട് വരും, അല്ലെങ്കിൽ എന്തായിട്ട് വരും, ഞാൻ പറഞ്ഞതുപോലെ എംപ്ലോയീസ് മാനുവലി എൻട്രി ചെയ്യും. ഇതാണ് ഇൻപുട്ട് ചെയ്യുന്ന കേസ്. ഇനി എങ്ങനെ ഇൻപുട്ട് ചെയ്യാം, ഏതൊക്കെ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് ചെയ്യാം എന്നാ പറയുന്നത്? ഇൻപുട്ട് ഡിവൈസ് ഫസ്റ്റ് കീബോർഡും മൗസും. നമ്മൾ കീബോർഡും മൗസും യൂസ് ചെയ്ത് എന്ത് ചെയ്യും, ഓർഡേഴ്സും പേയ്മെന്റും ഇൻവോയ്സും ജേണൽ എൻട്രീസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യില്ലേ, അതാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെന്താ, ബാർകോഡ് സ്കാനർ. നമ്മൾ കടയിൽ പോകുമ്പോഴത്തേക്കും അവർ ബാർകോഡ് ഇങ്ങനെ സ്കാൻ ചെയ്യും. ഓരോന്ന് മാനുവലി ടൈപ്പ് ചെയ്യുന്നതിന് വരെ ബാർകോഡ് സ്കാൻ ചെയ്യും. ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബാർകോഡ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അത് റീഡ് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്താവും, അവിടെ സെയിൽ നടക്കും. സെയിൽ നടന്നു എന്നൊരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻവെന്ററി കുറയ്ക്കും, അക്കൗണ്ട്സ് റിസീവബിൾ കൂട്ടും, അല്ലെങ്കിൽ ക്യാഷ് കൂട്ടും, സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂട്ടും, ഇൻകം സ്റ്റേറ്റ്മെന്റിലേക്ക് പോവും, ബാലൻസ് ഷീറ്റിലേക്ക് പോകും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കും. ഇൻപുട്ട് മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയാം, സ്റ്റുഡിയോയിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഓരോന്ന് എൻ്റർ ചെയ്യുമോ? ഇല്ല, ഇതേപോലെ ബാർകോഡ് കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യും ഓരോ പ്രൊഡക്റ്റും. അത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ വാങ്ങിയേക്കുന്നതിന്റെ ഫൈനൽ റിസൾട്ട് എല്ലാത്തിൻ്റെയും കൂടെ സം ചെയ്ത് ടോട്ടൽ ഇത്ര പ്രൈസ് അടയ്ക്കണം, ഇത്ര ഡിസ്കൗണ്ട് കിട്ടി, ഇതിന്റെ ബില്ല് നമ്മളെ വാട്സപ്പിലേക്ക് വരില്ലേ? ആ ഒരു പ്രോസസ്സിനെയാണ് പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. നമ്മൾ സെയിൽ ചെയ്യുന്ന പോയിന്റിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം ഓട്ടോമാറ്റിക്കലി അവരുടെ അക്കൗണ്ട്സിലേക്ക് പോകുമ്പോൾ ഇന്ന ഇൻവെന്ററീസ് കുറഞ്ഞിട്ടുണ്ട്, ഇന്ന സെയിൽ നടന്നു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വന്നു, ക്യാഷ് വന്നു എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ആവും. അതേപോലെ അടുത്തത് ടാബ്ലറ്റ്. ഇപ്പൊ ചിലടുത്ത് ടാബ് നോക്കിയിട്ട് അവരിങ്ങനെ മാനുവലി ടൈപ്പ് ചെയ്യും, ഇന്ന സാധനം ആഡ് ചെയ്യും, ഇതൊരെണ്ണം +1 ആ രീതിയിൽ ആഡ് ചെയ്ത് പോകും, വയർലെസ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാം. ഇനി അല്ലാത്ത അതർ ഡിവൈസസ്, ക്യാമറാസ് വെച്ചിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഓട്ടോമാറ്റിക്കലി ക്യാമറാസ് വെച്ചിട്ട് നമ്മൾ പേ ചെയ്ത് പോയാൽ മതി. ക്യാമറാസ് നോക്കുക, അവർ ആ ഒരു പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യാനായിട്ട് മൈക്രോഫോൺസ് വെക്കും, വെബ് ക്യാം വെക്കും, ഏതെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതുണ്ട്, ഹ്യൂമൻസ് ഇല്ലാതെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻപുട്ട് പറ്റും. എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞ സെയിം ആണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി POS ആണ്, പോയിന്റ് ഓഫ് സെയിൽ ആണ്. അവിടെ എന്ത് ചെയ്തു, ഐറ്റംസ് സ്കാൻ ചെയ്തു, AS ഓട്ടോമാറ്റിക്കലി സെയിൽസ് റെക്കോർഡ് ചെയ്യും, ഇൻവെന്ററി കുറയ്ക്കും, നമ്മുടെ അക്കൗണ്ട്സ് കാര്യങ്ങളെല്ലാം, ലെഡ്ജർ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. ക്ലിയർ അല്ലേ? സംഭവം ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്തൊക്കെയാ? ഔട്ട്പുട്ട് എന്താ, നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് എന്തൊക്കെയാ? ഔട്ട്പുട്ട് ഡിവൈസ് നമുക്ക് എന്തായിട്ട് കിട്ടാം, പ്രിന്ററോ പ്ലോട്ടോ യൂസ് ചെയ്തു നമുക്ക് ടെക്സ്റ്റ്, ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഒരു ഹാർഡ് കോപ്പി എടുക്കാനായിട്ട് പറ്റില്ലേ? ബില്ല് പേ ചെയ്ത് അല്ലെങ്കിൽ ബില്ല് ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് തരില്ലേ, അതൊരു ഔട്ട്പുട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ട് അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ കാര്യങ്ങളാണെങ്കിൽ സ്പീക്കേഴ്സ് കാര്യങ്ങൾ വെച്ചിട്ട് കേൾക്കും. പേയ്മെന്റ് ചെയ്യുമ്പോൾ പറയില്ലേ, ഔട്ട്പുട്ടായിട്ട് പറയില്ലേ, 90 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നന്ദിയുണ്ട് എന്ന് പറയില്ലേ, മമ്മൂട്ടി പറയില്ലേ? അതേപോലത്തെ രീതിയിൽ ഓഡിയോസ് ആണെങ്കിൽ നമുക്ക് സ്പീക്കേഴ്സ് കാര്യങ്ങൾ വെച്ച് പറ്റും. ഇനി വീഡിയോസ് ആണെങ്കിൽ പ്രൊജക്ടർ, മോണിറ്റർ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. ചിലയിടത്ത് കാണിക്കില്ലേ, സെയിൽ കംപ്ലീറ്റഡ്, താങ്ക് യു എന്ന് എഴുതി കാണിക്കില്ലേ ചെറിയ രീതിയിൽ ഡിസ്പ്ലേയിൽ, അതെന്താണ്, ഒരു വീഡിയോ ഔട്ട്പുട്ടാണ്, മോണിറ്റർ ചെയ്യുവാണ്. അപ്പോൾ ഇതേ രീതിക്കാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം, പക്ഷെ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആണ്. ആ ഒരു രീതിക്ക് പഠിപ്പിച്ചു പോകുന്നു. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്.
ഓക്കെ അല്ലേ? ഇനി ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നും നമുക്ക് റിപ്പോർട്ട്സ് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ ഇത് ചെയ്യുന്നത് നമുക്ക് റിപ്പോർട്ട്സിന് വേണ്ടിയിട്ടാണ്. ഈ റിപ്പോർട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതും ഭാവിയിലേക്ക് ഈ റിപ്പോർട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. എല്ലാത്തിനും റിപ്പോർട്ട്സ് സമ്മറൈസ്ഡ് ഫോമിനാണല്ലോ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. സോ റിപ്പോർട്ട്സ് കിട്ടും. അത് ഏതൊക്കെ രീതിയിൽ കിട്ടാം? ഞാൻ പറഞ്ഞതുപോലെ പേപ്പർ റിപ്പോർട്ട് ആവാം, സ്ക്രീൻ ആവാം, ഓഡിയോ ആവാം. നമുക്കൊരു പേപ്പറിൽ പ്രിന്റ് എടുത്ത റിപ്പോർട്ട് കിട്ടാം, അല്ലെങ്കിൽ ഓഡിയോ റിപ്പോർട്ട്സ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ സ്ക്രീനകത്ത് നമുക്കൊരു വീഡിയോ പോലെ കിട്ടാം. ഓക്കെ, ഇനി സ്കെഡ്യൂൾഡ് ഓർ ഓൺ ഡിമാൻഡ്, അതായത് ഫ്യൂച്ചറിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കും. എല്ലാ ട്രാൻസാക്ഷൻസും കഴിഞ്ഞു മന്ത് എൻഡിൽ വരുന്ന റിപ്പോർട്ട്സ് ഇല്ലേ, അത് ഏത് ഫോർമാറ്റിലും ആവാം. അപ്പോൾ അതേപോലത്തെ റിപ്പോർട്ട്സിനെയാണ് സ്കെഡ്യൂൾഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട്സ് യൂസ് ചെയ്യുന്നത്? ഈ റിപ്പോർട്ട്സ് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളെ എൻട്രീസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻട്രീസ് പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലേ? അതേപോലെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, നമ്മളെല്ലാം മാനേജ്മെന്റ് അക്കൗണ്ടന്റ് റോളിലേക്ക് പോകാനുള്ളവരാണ് ഫ്യൂച്ചറിൽ. സോ നമ്മളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഡിസിഷൻസ് എടുക്കണം. ഇതേപോലത്തെ റിപ്പോർട്ട് നോക്കി ഇത്ര സെയിൽ നടന്നു, ഇത്ര കോസ്റ്റ് വന്നു എന്നുള്ള രീതിയിലൊക്കെ ഈ റിപ്പോർട്ട് നോക്കുമായിരിക്കും. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു റിപ്പോർട്ടല്ലേ? ഓക്കെ, ഇതേപോലത്തെ റിപ്പോർട്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുക. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണോ വേണ്ടേ, ഫ്യൂച്ചറിൽ നിർത്തണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന റിപ്പോർട്ട്സ് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും എല്ലായിടത്തും. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്ത എന്താ? പ്രിപ്പയറിംഗ് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്. നമ്മൾ പ്രോപ്പർലി ഫൈനാൻഷ്യൽ റിപ്പോർട്ട്, നമ്മളെ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് നോക്കിയിട്ടല്ലേ. നമ്മളൊരു സെയിൽ റെക്കോർഡ് ചെയ്തില്ല എങ്കിൽ അത് എവിടെയൊക്കെ അഫക്ട് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ അഫക്ട് ചെയ്യും, ഇൻകം സ്റ്റേറ്റ്മെന്റിൽ അഫക്ട് ചെയ്യും, മൊത്തം തെറ്റില്ലേ? അപ്പോൾ പ്രോപ്പർലി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇതിന്റെ ഔട്ട്പുട്ട്സ് ആണ് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോലും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി എന്താ വരുന്നത്? AS ഡിസൈൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുമില്ലടാ, നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? റിപ്പോർട്ട്, ആവശ്യമുള്ള റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമുക്ക് എന്ത് വേണ്ടത്? ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാനുള്ളത്. എക്സാമ്പിൾ, നമുക്ക് അഡ്വർടൈസിങ് എക്സ്പെൻസ് വരും. ഈ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ എവിടെയൊക്കെ അഡ്വർടൈസിങ് ചെയ്യും? ഓൺലൈൻ ചെയ്യും. നമ്മൾ ഫേസ്ബുക്ക്, മെറ്റ അങ്ങനത്തെ ഒരുപാട് അഡ്വർടൈസിങ് ചെയ്യും. അതേപോലെ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോസ്റ്റേഴ്സ് കാര്യങ്ങൾ ചെയ്യും. അതുകൂടാതെ നമ്മൾ TV കൊടുക്കും, ന്യൂസ് പേപ്പർ കൊടുക്കും. അപ്പം നമുക്ക് സെപ്പറേറ്റ്ലി ഓരോ ഇതിൽ നിന്നും, ഇപ്പം മെറ്റയിൽ എത്ര ചാർജ് വന്നു, ഓൺലൈൻ എത്ര ചാർജ് വന്നു, അതിൽ നിന്ന് നമുക്ക് എത്രയാണ് അഡ്വർടൈസിങ് കോസ്റ്റ് വന്നത്, അതിൽ നിന്ന് എന്തെങ്കിലും സെയിൽ കിട്ടിയിട്ടുണ്ടോ, ആ രീതിക്ക് സെപ്പറേറ്റ് ചെയ്ത് പല രീതിക്ക് റിപ്പോർട്ട്സ് പല രീതിക്ക് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ AS യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമ്മൾക്ക് ഒരുപാട് സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് നല്ല റിപ്പോർട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ റിപ്പോർട്ട്സ് വെച്ചിട്ട് ഡിസിഷൻ എടുക്കാം, അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാം, നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ എന്താ വരുന്നത്? ഒരു നല്ല റിപ്പോർട്ട് എങ്ങനെ ആയിരിക്കണം? അതിന്റെ ഫീച്ചേഴ്സ് എന്താ? അതിൽ ഡേറ്റ് കാര്യങ്ങൾ പ്രോപ്പർലി ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി, കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്യണം, അക്രോസ് സെഗ്മെന്റ്സ്, ഏതൊക്കെ സെഗ്മെന്റിലാണോ പോകുന്നത് അവിടെയൊക്കെ പ്രോപ്പർലി. ഒരു അസറ്റിനെ കൊണ്ടുപോയിട്ട് ലയബിലിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ തെറ്റിയില്ലേ? അപ്പോൾ എവിടെയാണ് കാണിക്കേണ്ടത് അതെല്ലാം പ്രോപ്പർലി ചെയ്യണം. വിത്ത് ഗ്യാപ്പ്, US ഗ്യാപ്പ് പോലത്തെ ലോസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ള റിപ്പോർട്ടായിരിക്കണം. ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒരു റിപ്പോർട്ടാണ്, അത് നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. അവിടെ നമ്മൾ US ഗ്യാപ്പിന്റെ റൂൾ ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് അക്യുറേറ്റ് ആണോ? അല്ല, കൺസിസ്റ്റന്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈസി ടു റീഡ് ആയിരിക്കണം, യൂസ്ഫുൾ ഫോർമാറ്റ് ആയിരിക്കണം. ഒരുപാട് കാര്യം വലിച്ചു വാരി പാരഗ്രാഫ് പോലെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല റിപ്പോർട്ടാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് നല്ല ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കമ്പയർ ചെയ്ത് നല്ല റിപ്പോർട്ടായിരിക്കണം. സമ്മറൈസ്ഡ് ഫോം ആയിരിക്കണം, ടോട്ടൽസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഇരുന്ന് കൂട്ടുക, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞ് കൊടുത്തു, ഇതിന്റെ സം അറിയില്ല, നമുക്ക് ടോട്ടൽ അറിയില്ല, അതൊക്കെ അവിടെ ആഡ് ചെയ്യണം. ഇരുന്ന് കൂട്ടാൻ പറ്റുമോ? റിപ്പോർട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് നോക്കിയെടുക്കാനുള്ള സാധനമാണ്. സോ ടോട്ടൽ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പിന്നെന്താ? ആക്ച്വലും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ വേരിയൻസ് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ രീതിയിലുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം AISൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ AIS ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഫുള്ളായിട്ട് പഠിച്ചു. എന്തൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത്, ഇൻഫർമേഷൻ സിസ്റ്റം, വാല്യൂ ചെയിൻ, സപ്ലൈ ചെയിൻ, ഓട്ടോമേറ്റഡ് AIS, അതിൻ്റെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഫസ്റ്റ് യൂണിറ്റ് സെക്ഷൻ Fലെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 18 യൂണിറ്റാണ് നമുക്കുള്ളത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത യൂണിറ്റ് വരുന്നത് ട്രാൻസാക്ഷൻ സൈക്കിൾസ് ആണ്. നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്, ടെക്സ്റ്റ് വായിക്കുക, ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത യൂണിറ്റിൽ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.